ഇത് ഭൂമിയിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രശസ്തവുമായ മരുഭൂമിയാണ്. അന്റാർട്ടിക്കയ്ക്ക് മാത്രമാണ് ഇതിനേക്കാൾ വലിപ്പമുള്ളത്. പക്ഷേ ഒരു മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഭൂഖണ്ഡത്തെ സാധാരണ അർത്ഥത്തിൽ ഒരു മരുഭൂമിയായി നമ്മൾ കരുതാറില്ല. അധികം ആളുകളും ഒരു മരുഭൂമിയെ ചൂടേറിയ സൂര്യൻ, മഴയുടെ അഭാവം, അധികം മണൽ എന്നീ രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. വിസ്തൃതിയുടെ കാര്യത്തിൽ സഹാറ റഷ്യയുടെ പകുതിയോളം പ്രദേശത്തെയും അല്ലെങ്കിൽ ബ്രസീലിൻ്റെ മുഴുവൻ പ്രദേശത്തെയും തുല്യമായ ഭൂവിഭാഗം ഉൾക്കൊള്ളുന്നു. ഇവിടെ സമ്പന്നമായ ഗ്യാസ്, എണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. സഹാറ മരുഭൂമിയിൽ 160 മുതൽ 180 വരെ ഉയരമുള്ള മണൽക്കൂനകളുണ്ട്. ഇവ 70 നിലയുള്ള ഒരു വലിയ കെട്ടിടത്തേക്കാൾ ഉയരമുണ്ട്. ഇത് സഹാറ മരുഭൂമിയാണ്. എന്നാൽ ഈ വരണ്ട മണൽ നിറഞ്ഞ ഭൂപ്രദേശത്തിന് പിന്നിൽ എന്താണുള്ളത്? എങ്ങനെയായിരിക്കും ഇത്രത്തോളം മണൽ ഇവിടെ വന്നു ചേർന്നത്? ഇതാദ്യം എവിടെയായിരുന്നു? സഹാറ എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നുവോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ പഴയ കാലമല്ല, താരതമ്യേന അടുത്ത കാലത്ത് ഈ വിശാലമായ പ്രദേശങ്ങളിൽ ജീവൻ നിറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് എന്തോ സംഭവിച്ചു. ആദ്യം സഹാറയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് തുടങ്ങാം. ഈ മരുഭൂമി വളരെയേറെ വലുതാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്ക് വരെ 4800 കിലോമീറ്ററുകളും വടക്ക് നിന്ന് തെക്ക് വരെ 800 മുതൽ 1200 കിലോമീറ്ററുകൾ വരെയും. ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ 30% പ്രദേശവും ഉൾക്കൊള്ളുന്നു. ഇതിൻ്റെ വിസ്തൃതി എന്നത് 8.6 മില്യൺ ചതുരശ്ര കിലോമീറ്ററോളമാണ്. ഇത് ബ്രസീലിൻ്റെ മുഴുവൻ പ്രദേശത്തേക്കാളും കൂടുതലാണ്. ഈ മുഴുവൻ വിശാലമായ പ്രദേശത്തിനുള്ളിലും മണൽ തന്നെയാണോ? പലർക്കും അതിശയകരമായ കാര്യമാണിത്. സഹാറയുടെ 20% മാത്രമേ മണൽ മൂടി കിടക്കുന്നുള്ളൂ. ആ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് സാധാരണയായി പരിചിതമായ മനോഹരമായ മണൽക്കൂനകളെല്ലാം കാണാൻ സാധിക്കും. മണൽപ്പാളികളുടെ ശരാശരി കനം എന്നത് 150 മീറ്ററാണ്. ചില ഒറ്റപ്പെട്ട റിഡ്ജുകൾ 300 മീറ്റർ വരെ ഉയരമുള്ളതാണ്. എന്നാൽ സഹാറയുടെ ശേഷിക്കുന്ന ഭാഗം കൂടുതലും പാറകളും പാറക്കെട്ടുകളും നിറഞ്ഞതാണ്. ഈ മണലിലും പാറകളിലും കല്ലുകൾക്കുള്ളിലുമാണ് നമ്മൾ അറിയാൻ പോകുന്ന അതിശയകരമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഈ മരുഭൂമി നമ്മൾ കരുതുന്നതിലും കൂടുതൽ ആകർഷകരവും രഹസ്യപരവുമാണ്. വളരെ മുൻപ് ശാസ്ത്രജ്ഞർ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ കാലത്ത് സഹാറ ഇന്നത്തേതുപോലെ ജീവൻ രഹിതമായൊരു മരുഭൂമി ആയിരുന്നില്ല. ഇതൊരിക്കൽ ഒരു മനോഹരവും പച്ചപ്പാർന്നതുമായ സ്വർഗസമാനമായ പ്രദേശമായിരുന്നു. എന്നാൽ ഉറച്ച തെളിവുകളുടെ അഭാവം കാരണം ആ സിദ്ധാന്തം അന്ന് സിദ്ധാന്തമായി തന്നെ തുടർന്നു, ഈ അടുത്ത കാലം വരെ. എന്നാൽ ശാസ്ത്രജ്ഞർ അവരുടെ കണ്ണുകൾക്ക് മുൻപിൽ തന്നെ മറഞ്ഞിരുന്ന അപ്രതീക്ഷിതമായൊരു കാര്യം കണ്ടെത്തി. മരുഭൂമിയുടെ മണലിന് കീഴിൽ അവർ ഒരു വലിയ ജലാശയം കണ്ടെത്തി. അത് അതിപുരാതനമായൊരു സമുദ്രത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അത് ഏകദേശം 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു പുരാതന പാലിയോ തടാകത്തിൻ്റെ അവശിഷ്ടമാണ് എന്നവർ കണ്ടെത്തി. നൈൽ നദി ഇന്നത്തെ ലേക്ക് നാസർ പ്രദേശത്തുള്ള താഴ്ന്ന ചാനലിലൂടെ ഒഴുകിയപ്പോൾ വെള്ളം കിഴക്കൻ സഹാറയിൽ നിറഞ്ഞു. അതിൻ്റെ ഉച്ചസ്ഥായിയിൽ 1,80,000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഒരു വലിയ തടാകം രൂപപ്പെട്ടു. ഈ പുരാതന തടാകത്തിൻ്റെ വലിപ്പം ലേക്ക് എറേനേക്കാളും 4 ഇരട്ടിയോളമായിരുന്നു. അതേസമയം ഏകദേശം 48,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഒരു ചെറിയ തടാകവും രൂപപ്പെട്ടു. ഈ 2 തടാകങ്ങളുടെയും അടയാളങ്ങൾ ആദ്യമായി 2010-ൽ കണ്ടെത്തി. അന്ന് കണ്ടെത്തിയത് നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിലെ ജിയോളജിസ്റ്റ് ടെഡ് മാക്സ്വെല്ലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായിരുന്നു. അവർ സ്പേസ് ഷട്ടിലിൻ്റെ റഡാർ ടോപ്പോഗ്രഫി മെഷീനുകളിൽ നിന്നുള്ള ഡേറ്റകൾ പഠിച്ച് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജലത്തിലൂടെ ഒഴുകിപ്പോയ വസ്തുക്കളും കാറ്റിലൂടെ പറന്നുപോയ വസ്തുക്കളും കൂടാതെ മണലിന് കീഴിൽ റഡാർ ഉപയോഗിച്ച് കാണുവാൻ കഴിയുന്ന സ്ഥിരമായ പാറകളും ഉപയോഗിച്ച് ജിയോളജിസ്റ്റുകൾ ഒരു പുരാതന വലിയ തടാകത്തിൻ്റെ അതിരുകൾ വരയ്ക്കുവാൻ സാധിച്ചു. മരുഭൂമിയുടെ അത്യന്തം വരണ്ട അവസ്ഥ ഈ പുരാതന രഹസ്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഡേറ്റ ലഭിക്കുവാൻ സഹായിച്ചിട്ടുമുണ്ട്. ഭൂഗർഭഘടനയുടെ ഏകതയും കാരണം റഡാറുകൾക്ക് ഭൂമിക്കടിയിലുള്ള എല്ലാ വിശദാംശങ്ങളും വളരെ വ്യക്തമായി തന്നെ കണ്ടുപിടിക്കുവാൻ സാധിച്ചു. ശാസ്ത്രജ്ഞർ നൈൽ നദിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ പടിഞ്ഞാറ്, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 250 മീറ്റർ ഉയരത്തിൽ അടിയിലുള്ള വസ്തുക്കൾ ഫോസിലൈസ്ഡായ മീനുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇത് തടാകത്തിൻ്റെ ഏറ്റവും ഉയർന്ന തീരരേഖ അടയാളപ്പെടുത്തുവാൻ സഹായിച്ചു. ഈ എല്ലാ ഡേറ്റകളും ഒരൊറ്റ മോഡലിൽ കൂട്ടിച്ചേർത്തപ്പോൾ ഗവേഷകർ സ്ഥിരീകരിച്ചു, ഒരിക്കൽ നൈൽ നദി ഈജിപ്തിലെ
കിസിബ ടുഷ്ക ഡിപ്രഷൻ മുഴുവൻ നിറഞ്ഞിരുന്നു. അതിലൂടെ ഒരു വലിയ തടാകവും രൂപപ്പെട്ടു. സെലിമ, ടർഫുവ എന്നീ ഈജിപ്ഷ്യൻ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുരാതന മനുഷ്യവാസങ്ങളുടെ തെളിവുകളും ഈ തടാകത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഈ തടാകം ആയിരക്കണക്കിന് വർഷങ്ങളോളം നിലനിന്നു. വിവിധ സസ്യജാലങ്ങളും ജീവജാലങ്ങളും വ്യാപിക്കുവാൻ ഇത് സഹായിച്ചു. എന്നാൽ അതിൻ്റെ അപ്രതീക്ഷിതമായ രൂപീകരണം കാരണം ദീർഘകാലത്തേക്ക് ഇതിന് നിലനിൽക്കുവാൻ കഴിഞ്ഞതുമില്ല. വെള്ളം പുനർനിറയുന്നതിനേക്കാൾ വേഗതയിൽ അത് വറ്റുകയും ആവിയായി പോവുകയും ചെയ്തു. അവസാനം ഈ തടാകം മുഴുവൻ വറ്റിപ്പോയി. അതിൻ്റെ അടിത്തട്ട് മണൽ കൊണ്ട് മൂടപ്പെട്ടു. എന്നിരുന്നാലും ഈ പ്രദേശത്ത് ജീവനുണ്ടായിരുന്നു. നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് കുറഞ്ഞത് 5000 വർഷങ്ങൾക്ക് മുമ്പ് സഹാറ പച്ചപ്പുള്ള സസ്യങ്ങളാൽ മൂടപ്പെട്ടതും ജീവജാലങ്ങൾ നിറഞ്ഞതുമായിരുന്നു എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അത്? 2015 ശാസ്ത്രജ്ഞർ ഈ ചോദ്യത്തിന് ഒരു സമഗ്രമായ വിശദീകരണം നൽകുവാൻ സാധിച്ചു. 2015 നേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേണൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. പുതിയ ഗവേഷണ ഫലങ്ങളാൽ ശാസ്ത്രലോകത്തെ ഉണർത്തിയ ലേഖനം. ജാപ്പനീസ് സാറ്റലൈറ്റായ അഡ്വാൻസ്ഡ് ലാൻഡ് ഒബ്സർവേറ്റിംഗ് സാറ്റലൈറ്റ് എന്ന ALOSലെ റഡാർ ഒബ്സർവേഷൻ സയൻറ്റിഫിക് ടൂളായ PILSRന്റെ സഹായത്തോടെ ശാസ്ത്രജ്ഞർ ഒരു വലിയ നദിയുടെ കിടപ്പ് കണ്ടെത്തി. അതിനൊപ്പം നിരവധി ശാഖാനദികളുമുള്ള ഒരു വിശാല ജാലകവും. ടാമൻ റാസറ്റ് റിവർ എന്ന ഒരു പുരാതന നദി ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് വരെ പടിഞ്ഞാറൻ ആഫ്രിക്കയിലൂടെ ഒഴുകിയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഇന്നത്തെ അൾജീരിയയിലെ ആൽറ്റസ് മൗണ്ടനിലും അൽഗാർ മൗണ്ടനിലുമാണ് ഉത്ഭവിച്ചത് എന്ന് കരുതുന്നു. ഈ നദിക്ക് പേര് നൽകിയിരിക്കുന്നത് അൾജീരിയയിലെ ഒരു ഒയാസിസ് പട്ടണമായ ടാമൻ റാസറ്റിൻ്റെ പേരിലാണ്. ഈ നദിയും ഇതിലെ നിരവധി ശാഖകളും ചേർന്ന് 500 കിലോമീറ്ററിൽ കൂടുതൽ നീളം വഹിച്ചിരുന്നു. അത് മൗറിറ്റാനിയ പ്രദേശത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകിച്ചേർന്നു. പുരാതന കാലത്ത് ഈ നദീതടം സസ്യജാലങ്ങളുടെയും ജീവജാലങ്ങളെയും കൊണ്ട് സമൃദ്ധമായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഈ നദി ഏകദേശം 2000 വർഷങ്ങൾക്കുള്ളിൽ തന്നെ പരിപൂർണമായും വറ്റിപ്പോയി. ഈ നദി ഇന്നും നിലനിന്നിരുന്നുവെങ്കിൽ ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ 12ാമത്തെ സ്ഥാനത്തായിരുന്നേനെ. ശാസ്ത്രീയ അനുമാനങ്ങൾ പ്രകാരം ഈ നദി സ്ഥിരമായിരുന്നില്ല. കഴിഞ്ഞ 2,45,000 വർഷങ്ങൾക്കിടയിൽ ഇത് പലവട്ടം പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിന് മുമ്പ് പറഞ്ഞ പുരാതന തടാകത്തിൻ്റെ കാലയളവിനൊപ്പം പൊരുത്തപ്പെടുന്നു. ഏതായാലും ഈ നദി ആഫ്രിക്കയുടെ മധ്യഭാഗത്തെ ഒരു പച്ചപ്പാർന്ന സ്വർഗമാക്കി മാറ്റുവാൻ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ് തന്നെയായിരുന്നു. ഇന്നും വലിയ തോതിലുള്ള ജലസാന്നിധ്യത്തിൻ്റെ ചില അടയാളങ്ങൾ ഇവിടെ കണ്ടെത്താൻ സാധിക്കും. അവയാണ് സഹാറയിലെ പ്രസക്തമായ ഒയാസിസുകൾ. ഇവ മണലിന് കീഴിലുള്ള ഭൂഗർഭ ജലധാരകളാൽ പോഷിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സഹാറയുടെ കഥ നമ്മൾ സമയം എന്ന മണലിൽ കൂടുതൽ ആഴത്തിൽ തുറന്നു നോക്കുമ്പോൾ ഇതിലും കൂടുതൽ ആകർഷകരവും അതിശയകരവുമാണ്. മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന കാലഘട്ടത്തിൽ എല്ലാം ഇന്നത്തേതിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മെസോസോയിക് കാലഘട്ടത്തിൽ ടെത്തീസ് എന്ന പ്രാചീന സമുദ്രത്തിലെ ജലത്താൽ ഈ പ്രദേശം മുഴുവൻ മൂടപ്പെട്ടിരുന്നു. ഇന്നത്തെ തിമിംഗലങ്ങളുടെ പൂർവികരായ ബാസിലോസോറസ് എന്ന ജീവികൾ അവിടെ വലിയ അളവിൽ ജീവിച്ചിരുന്നു. ഈ ജീവികളുടെ വലിയ ഫോസിലൈസ്ഡ് അവശിഷ്ടങ്ങൾ ഈജിപ്തിലെ വാഡി അൽ ഹിറ്റൻ എന്ന പ്രദേശത്ത് നടത്തിയ ഖനനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവയുടെ ഈ അസ്ഥികൂടങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ കിടന്നു. പിന്നീട് ആ സമുദ്രം പതിയെ പതിയെ ഇല്ലാതെയായി പോയി. അത് പിന്നീട് മെഡിറ്ററേനിയൻ കടൽ, ബ്ലാക്ക് കടൽ എന്നിവയുടെ പ്രാരംഭ രൂപമായി മാറി. സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയർന്ന് ഭൂമിയായി മാറി. പുരാതന സമുദ്രത്തിലെ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ വളരെയധികം കണ്ടെത്തിയതിനാൽ സഹാറയെ വാലി ഓഫ് ദ വെയിൽ എന്നും വിളിക്കുന്നു. നമുക്ക് വിശ്വസിക്കാൻ ഒരൽപ്പം പ്രയാസമായിരിക്കാം. എങ്കിലും സഹാറയിലെ ഈ മണലിൻ്റെ കീഴിൽ നമുക്ക് പ്രാചീന സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങൾ മാത്രമല്ല കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും വലിപ്പം കൂടിയ ദിനോസറുകളിൽ ഒന്നായ സോറോപോഡിൻ്റെ ഫോസിലൈസ്ഡ് അസ്ഥികളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് ശാസ്ത്രലോകത്തിൽ വലിയ താല്പര്യം സൃഷ്ടിച്ച ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു. ഈ വലിയ ദിനോസറുകൾ 32 മീറ്റർ നീളവും ഏകദേശം 60 ടൺ ഭാരവും ഉള്ളവയായിരുന്നു. എന്നാൽ ഇതിലും വലിയ കണ്ടെത്തൽ 2016 നടന്നു. ഈജിപ്തിലെ പുരാവസ്തു ഗവേഷകർ ഒരു പുതിയ കണ്ടെത്തൽ നടത്തി. മാൻസ്വാര യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഹെഷിം സാലം നയിച്ച ഈജിപ്ഷ്യൻ അമേരിക്കൻ പൈലിയോഡോളസ്റ്റുകളുടെ സംഘം ഒരു പുതിയ ജീവിയുടെ ഫോസിൽ അസ്ഥികൾ കണ്ടെത്തി. ഈ വലിയ ജീവിയെ പിന്നീട് മാൻസൂറോസോറസ് എന്ന് വിളിച്ചു. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്ത് ഒരു വലിയ സെൻസേഷൻ വാർത്ത തന്നെയായി മാറി. 2018 ഈ ഫോസിൽ ഔദ്യോഗികമായി ഒരു പുതിയ സ്പീഷീസും ജീനസുമായി വർഗീകരിച്ചു.
ഇത് പൈലിയോഡോളജിസ്റ്റുകളുടെ ലോകത്തിലെ ഒരു വലിയ ഹോളി ഗ്രെയിൽ ആയി കണക്കാക്കി. സഹാറയുടെ പുരാതന വന്യജീവിതത്തിൻ്റെ ചരിത്രം ഇത്ര അത്ഭുതകരമാണെങ്കിലും ഏറ്റവും രസകരമായ കാര്യം മനുഷ്യർ ഈ പ്രദേശങ്ങളിൽ എങ്ങനെ ജീവിച്ചു എന്നതാണ്. പുരാതന മനുഷ്യ ചരിത്രത്തിൻ്റെ നാടകീയമായ പേജുകളിൽ നിന്നും അതിശയകരമായ കഥകൾ വായിക്കുവാൻ നമുക്ക് സഹാറയുടെ മണലിന് കീഴിലേക്ക് നോക്കേണ്ടതുണ്ട്. ആധുനിക സഹാറ പ്രദേശത്ത് ആയിരക്കണക്കിന് വർഷങ്ങളോളമായി മനുഷ്യർ ജീവിക്കുന്നു. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ കാരണം അവർ വന്നും പോയും ഇരിക്കുന്നു. അവർ കുടിയേറ്റങ്ങൾ നിർമ്മിച്ചു, പിന്നീട് അവ ഉപേക്ഷിച്ചു. പുരാവസ്തു ശാസ്ത്രജ്ഞർ വിവിധ സമൂഹങ്ങളെ സൂചിപ്പിക്കുന്ന മനുഷ്യ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ട് വരെയുണ്ട്. ചില ഗ്രൂപ്പുകൾ സാധാരണ കന്നുകാലി വളർത്തൽ ജീവിതത്തേക്കാൾ ഉയർന്ന സാമൂഹിക സംഘടനയുള്ളവരാണെന്ന് കരുതുന്നു. ഫൈം പ്രദേശവും നെപ്റ്റ പ്രദേശവും അവിടെയുള്ള വലിയ അളവിലുള്ള വസ്തുക്കളും കൂടാതെ ബൈർ കൈസിബിയ ഒയാസിസും മഴ വർദ്ധിച്ചതിനാൽ ഈ ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് താമസയോഗ്യമായി മാറി. 10-ാം മില്ലീനിയം BC-യിൽ ജനസംഖ്യ നൈൽ നദിയിലേക്ക് മാറിയിരുന്നു. അവിടെ നിന്ന് കിഴക്കൻ സഹാറയിലേക്ക് വ്യാപിച്ചു. 7-ാം മില്ലീനിയം BC മുതൽ ഉയർന്ന സാമൂഹിക സംഘടനയുള്ള വലിയ കുടിയേറ്റങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. അവിടെ പോട്രി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഏറ്റവും പഴയ സാമ്പിളുകൾ 6-ാം മില്ലീനിയം BC-യിലേക്കാണ് തീയതി കണക്കാക്കുന്നത്. അവ സങ്കീർണമായ വർണ്ണ കലശങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. അവയുടെ ശൈലി നെയിൽ വാലിയിലെ പോട്രിയോട് സാമ്യമുള്ളതാണ്. കാർട്ടോം പ്രദേശത്തിന് സമീപത്തുള്ള പുരാവസ്തു കണ്ടെത്തലുകൾ നെയിൽ വാലിയേക്കാൾ ഉയർന്ന സാമൂഹിക സംഘടന ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പ്രധാനമായും നെപ്റ്റ പ്ലേയിൽ നിരവധി പുരാതന മാഗ്നലിത്തിക് ഘടനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ പുരാതന കാലഘട്ടത്തിലെ ആർക്കിയോ ആസ്ട്രോണമിക്കൽ സ്മാരകങ്ങളായിരിക്കാമെന്ന് കരുതപ്പെടുന്നു. സ്റ്റോൺ ഹെഞ്ച് പോലുള്ളവ. ഈ മെഗാലിത്തിക് ഘടനകളിൽ കുറഞ്ഞത് ഒന്നെങ്കിലും ഒരു കലണ്ടർ സർക്കിൾ ആയിരിക്കാമെന്ന് വളരെ ഉയർന്ന സാധ്യതയുണ്ട്. ചരിത്രത്തിലെ ആദ്യകാല കലണ്ടറുകളിൽ ഒന്ന്. അതേസമയം ആർക്കിയോഫിസിസ്റ്റ് തോമസ് ജെ ബ്രോഫി ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഘടനകൾക്ക് മതപരമായ അർത്ഥവും ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നാപ്റ്റാപ്ലായിലെ പുരാവസ്തു രേഖകളിൽ കാണുന്ന വിശുദ്ധ ചിഹ്നങ്ങൾ 5-ാം മില്ലീനിയം BC-യിലേക്കാണ് പോകുന്നത്. അവയുടെ ലളിതമായ അർത്ഥം നൊമാഡിക് ജീവിതത്തിന് ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കന്നുകാലികൾ, വെള്ളം, മരണം, ഭൂമി, സൂര്യൻ, നക്ഷത്രങ്ങൾ, അങ്ങനെ. സഹാറയുടെ മണലാരണ്യങ്ങൾക്ക് കീഴിൽ മറഞ്ഞു കിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള മനുഷ്യനിർമ്മിത ഘടനകൾ ഇനിയും ഏറെയുണ്ട്. ഇത് പുരാതന ജനവിഭാഗങ്ങൾ നിർമ്മിച്ച കോട്ടകളാണ്. ഈ ജനവിഭാഗത്തെ പുരാതന ചരിത്രകാരനായ ഹെറോഡോട്ടസ് പരാമർശിച്ചിട്ടുമുണ്ട്. അവർ 200 BC മുതൽ 700 AD വരെ സഹാറയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ജീവിച്ചു. അന്നത്തെ കാലത്ത് ഇത് ഇതിനോടകം തന്നെ ഒരു മരുഭൂമി തന്നെയായിരുന്നു. എന്നാൽ അവർ അവിടെ ജലം എങ്ങനെ കണ്ടെത്താമെന്ന് പഠിച്ചു. അവർ കനാലുകൾ നിർമ്മിച്ചു. അവ വയലുകൾക്കും കൃഷിയിടങ്ങൾക്കും ജലസേചനം നൽകുകയും പട്ടണങ്ങൾക്കും കോട്ടകൾക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. 3D സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ മണലിന് കീഴിൽ മറഞ്ഞിരിക്കുന്ന ഈ പുരാതന മനുഷ്യനിർമ്മിത ചാനലുകളുടെ മൃദുവായ അതിരുകൾ കണ്ടെത്താൻ വരെ സാധിച്ചു. എന്നാൽ വരണ്ട കാലാവസ്ഥ ക്രമേണ ശക്തമായി മാറി. കനാലുകളെല്ലാം വറ്റിപ്പോയി. മണൽ ആ കുടിയേറ്റക്കാരെ മുഴുവൻ വിഴുങ്ങി. സഹാറയുമായി ബന്ധപ്പെടുത്തി ഭൂമിക്ക് പുറത്തുള്ള ജീവജാലങ്ങളെക്കുറിച്ചുള്ള കഥകൾ വരെ ചില ശാസ്ത്രകൽപ്പനകളിൽ പെടുന്നു. അതേസമയം സഹാറയുടെ മണലിൽ അന്തരീക്ഷ സംഭാവനകളുടെ തെളിവുകൾ നിലനിൽക്കുന്നുണ്ട്. ജീവനില്ലാത്ത മണൽ പ്രദേശങ്ങളിലും പാറകൾക്ക് മുകളിലും നമുക്ക് വളരെ അത്യപൂർവമായ ഒരു ഖനിജം കണ്ടെത്താൻ സാധിക്കും. ലിബിയൻ ഡെസേർട്ട് ഗ്ലാസ്. ഒരു ഗ്ലാസ് പോലുള്ള പാറ. 98% സിലിക്കൺ ഓക്സൈഡാണ് ഇതിലുള്ളത്. ആദ്യ നോട്ടത്തിൽ ലിബിയൻ ഗ്ലാസ് സാധാരണ തകർന്ന ബോട്ടിൽ ഗ്ലാസ് കിടക്കുന്നത് പോലെ തോന്നും. മഞ്ഞ, പച്ച എന്നീ നിറങ്ങളിൽ വിവിധ നിറച്ചാലുകളോടുകൂടിയാണ് ഇവ കാണപ്പെടുന്നത്. ലിബിയൻ ഗ്ലാസ് പുരാതന കാലം മുതൽ അറിയപ്പെട്ടതാണ്. ഇത് പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഈ ഗ്ലാസ് പുരാതന ഈജിപ്ഷ്യൻ ഫറവോയായിരുന്ന തുത്തൻഖാമൻ എന്ന ഫറവോയുടെ മെഡല്യനിൽ അലങ്കാരമായി തന്നെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഈ മെഡല്യൻ 1916 ബ്രിട്ടീഷ് പുരാവസ്തു ശാസ്ത്രജ്ഞനായ ഹവാർഡ് കാർട്ടർ തുത്തൻഖാമൻ്റെ ശവകുടീരം തുറന്നപ്പോൾ കണ്ടെത്തിയതാണ്. ഈ ലിബിയൻ ഡെസേർട്ട് ഗ്ലാസ് ഏകദേശം 29 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഇതുവരെ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തവുമില്ല. മിക്ക ശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്നത് ഭൂമിയിൽ ഒരു ഉൽക്ക വന്നിടിച്ചപ്പോൾ ഈ ഗ്ലാസ് രൂപപ്പെട്ടത് എന്നാണ്. ഈ ഗ്ലാസിൽ അത്യപൂർവമായ 2 ഘടകങ്ങളുണ്ട്. ബെറ്റലൈറ്റ് എന്നും മൊയ്സനൈറ്റ് എന്നും അറിയപ്പെടുന്ന ഉയർന്ന താപനിലയിൽ മാത്രം രൂപപ്പെടുന്ന 2 ഘടകങ്ങളുണ്ട്. ഇവ രൂപപ്പെടാൻ 1600 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അത്യാവശ്യമാണ്. ഇത് ഭൂമിയിലെ ഏതൊരു അഗ്നിപർവ്വതത്തിൻ്റെ താപനിലയേക്കാളും കൂടുതലാണ്.
കോമറ്റ് ഹൈപ്പോത്തസിസ് പിന്തുടരുന്നവർ വിശ്വസിക്കുന്നത് ലിബിയൻ ഡെസേർട്ട് ഗ്ലാസ് ഒരു കോമറ്റിൻ്റെ ന്യൂക്ലിയസിൽ രൂപപ്പെട്ട വസ്തുവാണെന്നാണ്. എന്നാൽ കോമറ്റ് ഹൈപ്പോത്തസിസ് തെളിയിക്കുവാൻ മതിയായ വിശ്വസനീയമായ ഡേറ്റകൾ ഇപ്പോഴും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രലോകത്ത് വ്യാപകമായി പിന്തുടരാൻ കഴിഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ മെറ്റിയോറൈറ്റ് ഹൈപ്പോത്തസിസിനും ഇതുവരെ പൂർണ്ണമായി ഉറപ്പില്ല. ലിബിയൻ ഗ്ലാസ് കണ്ടെത്തിയ സ്ഥലങ്ങൾക്ക് സമീപം മെറ്റിയോറൈറ്റ് ക്രൈറ്ററും കണ്ടെത്തിയിട്ടില്ല. 2007 ഇതെല്ലാം മാറിമറിഞ്ഞു. കെബിറ ക്രൈറ്റർ എന്ന് പേരിട്ടിരിക്കുന്ന 31 കിലോമീറ്റർ വ്യാസമുള്ള ഒരു വലിയ ക്രൈറ്റർ കണ്ടെത്തി. ഇത് ലിബിയൻ ഗ്ലാസ് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഒരുപക്ഷെ കെബിറ ക്രൈറ്റർ തന്നെയാകാം ലിബിയൻ ഡെസേർട്ട് ഗ്ലാസിൻ്റെ ഉത്ഭവം വിശദീകരിക്കുവാൻ സഹായിച്ചിരുന്നത്. സഹാറ മരുഭൂമി ഇതിലും കൂടുതൽ അതിശയകരമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിഗൂഢമായൊരു പ്രദേശം തന്നെയാണ്. പുരാതന കാലത്ത് ഇത് പച്ചപ്പാർന്ന ഗാർഡൻ ഓഫ് ഏദൻ പോലെയായിരുന്നു. ഭാവിയിലും ഇത് വീണ്ടും അങ്ങനെയായി മാറാൻ സാധ്യതയുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എർത്ത് സിസ്റ്റത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ കാത്തലിൻ്റെ അഭിപ്രായത്തിൽ ഗ്രീൻ സഹാറ പീരീഡ് ആഫ്രിക്കൻ വെറ്റ് പീരീഡ് ഭൂമിയുടെ ചലനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമുണ്ടാകുന്നതാണ്. ഈ മാതൃക ഏകദേശം 23,000 വർഷത്തിൽ ഒരിക്കൽ ആവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ട് ഏകദേശം 10,000 വർഷങ്ങൾക്കുള്ളിൽ സഹാറ വീണ്ടും പച്ചപ്പാർന്ന ഭൂമിയായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ കണക്കുകൾ തെറ്റാനും സാധ്യതയുണ്ട്. കാരണം മനുഷ്യരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് പുറന്തള്ളൽ കാലാവസ്ഥാ മാറ്റം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഹാറ വീണ്ടും പച്ചപ്പായി മാറുന്നത് എപ്പോഴായിരിക്കാം? അല്ലെങ്കിൽ ഇനി അങ്ങനെ സംഭവിക്കുമോ? ഒന്നും വ്യക്തമല്ല. ഭൂമിയിൽ സുനിശ്ചിതമായി സംഭവിക്കേണ്ട ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ മൂലം ഇന്നും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.